ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വിപണിയിൽ ഇങ്ങനെ ഒരുപാട് ഇലക്ട്രിക് ഓട്ടോകളും അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കൂടി വരുവാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ടൈറ്റ് കോമ്പറ്റീഷനാണ്. ആ ഒരു ടൈറ്റ് കോമ്പറ്റീഷനിരിക്കെ ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന ഒരു വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലർ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ഇലക്ട്രിക് ഓട്ടോയാണ്. നിയോ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയൊരു മോഡലാണ് ഈ കാണുന്നത് കേട്ടോ. ശരിക്കും ഓയിലർ മോട്ടോഴ്സിനെ പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബ്രാൻഡാണ്. 2018 മുതലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇപ്പോൾ നിലവിൽ 4 വീൽ ഇലക്ട്രിക് ട്രക്കുകളും നിരവധി ഇലക്ട്രിക് ഓട്ടോകളൊക്കെ ഉള്ളൊരു ബ്രാൻഡാണ്. ഫ്യൂച്ചറിലേക്ക് വലിയ ട്രക്കുകളും ഒക്കെ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളൊരു ബ്രാൻഡ് കൂടിയാണ്. ശരിക്കും ഓയിലറിൻ്റെ മറ്റു പല മോഡൽസ് ഒക്കെ ഞാൻ ഡൽഹിയിൽ പോയിട്ടാണ് കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലേക്ക് എന്തായാലും സ്ട്രോങ് പ്രസൻസ് ഓയിലർ മോട്ടോഴ്സ് അറിയിച്ചേക്കുമാണ്. നമ്മുടെ കൊച്ചിയിലും കാലിക്കറ്റും ട്രിവാൻഡ്രത്തും ഒക്കെ സെയിൽസും സർവീസും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് നിയോ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ റേഞ്ച് കൂടി വന്നിട്ടുള്ള മോഡലിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശരിക്കും 3 വേരിയൻസ് ഉണ്ട്. ഈ കാണുന്ന മോഡൽ നിയോ ഹൈ റേഞ്ച് മാക്സ് പറഞ്ഞിട്ടുള്ള വേരിയൻ്റാണ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. ഇതിൻ്റെ ഒരു റേഞ്ച് സർട്ടിഫൈഡ് ആയിട്ട് പറയുന്നത് 261 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു ട്രൂ റേഞ്ചിലേക്ക് ഒരു 200+ കിട്ടുന്ന ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മോഡലാണിത്. ഇതിന് താഴെ ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലും അതിന് താഴെ ഒരു ഹൈ റേഞ്ച് പറഞ്ഞിട്ടുള്ള മോഡലും ഉണ്ട്. അങ്ങനെ 3 വേരിയൻസ് ആണ് ഈ നിയോയ്ക്കുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ മോഡലിലെ പ്രത്യേകതകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ് ഓട്ടോയ്ക്ക്. അത് മാത്രമല്ല ഭയങ്കര വലിയൊരു വിൻസ്ക്രീനാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വളരെ കംഫർട്ടബിൾ ആണ്. വിസിബിലിറ്റി പാർട്ടൊക്കെ പക്കയാണ്. അതേപോലെ ഓയിലിൻ്റെ വാഹനങ്ങൾ ഇപ്പം 4 വീൽ ഇലക്ട്രിക് ഒക്കെ ടെസ്റ്റ് എടുത്ത സമയത്തും അല്ലെങ്കിൽ ഓടിച്ചു നോക്കിയ സമയത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള ബോഡി ക്വാളിറ്റിയാണ് കേട്ടോ. അതായത് കോമ്പറ്റീറ്റേഴ്സിനെക്കാളും ഒരു പടി മുന്നിലാണ് ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് ലുക്ക് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് അറിയാം, വളരെ വലിയൊരു ഹെഡ്ലാമ്പ് യൂണിറ്റ് തൊട്ടുള്ള കാര്യങ്ങൾ കാണാം. നിയോയുടെ ആ ഒരു ബാഡ്ജിങ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ബൈ ഓയിലർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ് ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിലും ഡ്യുവൽ സ്പ്രിങ്ങോട് കൂടിയിട്ടുള്ള ഫ്രണ്ട് ഡിസ്പ്ലേക്കുള്ള ബ്രേക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിൻ്റെ പാർട്ടൊക്കെ പക്കയാണ്. ഓയിലർ മോട്ടോഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ്. കാരണം വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് തന്നെ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയി, ഒരുപാട് സെയിൽസ് സർവീസ് പോയിന്റ്സുകളൊക്കെ ഇവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റി. പിന്നെ ഹീറോ മോട്ടോകോപ്പിൻ്റെ ഇപ്പോൾ ഒരു ബാക്ക് ആൻഡ് സപ്പോർട്ടും കൂടെ ഓയിലർ മോട്ടോഴ്സിന് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഭാഗം നോക്കാം. ശരിക്കും ഡ്രൈവർ പോർഷൻ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ പോർഷനാണ്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസഞ്ചർ പോർഷനാണ് മെയിൻ ഒരു ഭാഗമാണല്ലോ. നല്ല രീതിയിലുള്ള 3 പേർക്കും അല്ലെ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയുള്ള റിയർ സൈഡിലും കിട്ടുന്ന ഒരു മോഡലാണ്. അപ്പം പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ശരിക്കും ഇത്ര നേരം ഓടിച്ചു. ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ 2 മോഡ്സ് ഉണ്ട്, എക്കോ മോഡും തണ്ടർ മോഡും. തണ്ടർ മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻ്റായിട്ട് കുറച്ചുകൂടെ പവറിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി, പവർ മോഡെന്ന് വേണേൽ പറയാം, പവറിൽ ഓടിക്കാൻ വേണ്ടിയുള്ള മോഡാണ്. ഈസി ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് അതിൽ. അതുപോലെ ഫ്രണ്ടും റിവേഴ്സും ഒക്കെ ഒറ്റ സ്വിച്ചിൽ, ന്യൂട്രലും ഒക്കെ ഒറ്റ ജസ്റ്റ് ഒരു ടാപ്പിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളതേ ഉള്ളൂ. ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും റിയർ സൈഡിൽ ഡ്രം ബ്രേക്കും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ റീജൻ്റെ ബ്രേക്കിങ്ങിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഓടിച്ചു വെച്ചിട്ട് അത്യാവശ്യം നല്ല റീജൻ നമുക്ക് ബ്രേക്കിന് കാലഘട്ടത്തിൽ തന്നെ അറിയാം ആ ഒരു റീജൻ സപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ടെസ്റ്റ് എടുക്കാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവറും പെർഫോമൻസ് ആണ് കേട്ടോ. 9 കിലോവാട്ട് പവറും 60 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ്. ഇച്ചിരി കൈ കൊടുക്കുമ്പോൾ തന്നെ നല്ല പെർഫോമൻസ് നമുക്ക് ഈ ഒരു തണ്ടർ മോഡലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കൂടാതെ ടേണിംഗ് റേഡിയസിൻ്റെ കാര്യമാണെങ്കിലും 3.2 മീറ്ററോളം ടേണിംഗ് റേഡിയസ് നമുക്ക് ചെറിയ സ്പേസിൽ പോലും നന്നായിട്ട് ഓടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഗ്രേഡബിലിറ്റി ആണെങ്കിൽ 30% കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഹിൽ ഹോളസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ആണ്. കൂടാതെ നമുക്ക് ഫ്രണ്ടിലെ ക്ലസ്റ്റർ പവർ നോക്കുമ്പോഴത്തേക്കും ക്ലസ്റ്ററിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ 90% ഇനി റിമൈനിങ് ബാലൻസ് ഉണ്ട്. അതേപോലെ തന്നെ ട്രിപ്പ്, ടോട്ടൽ ഓഡോമീറ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കേട്ടോ. കൂടാതെ ഇവിടെ ഒരു ചാർജിങ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഈ ഒരു ഓട്ടോയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണ്? ബാറ്ററി പാക്ക്. 13.44 കിലോവാട്ട് ബാറ്ററി പാക്കാണ് വരുന്നത്. അതായത് നമുക്കറിയാം ഇതിൽ വന്നിട്ടുള്ളൊരു റേഞ്ച് എന്ന് തന്നെ പറയുന്നത് സർട്ടിഫൈഡ് 261 കിലോമീറ്റർ ആണ്. സോ വലിയൊരു ബാറ്ററി പാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% തൊട്ട് 80% വരെയുള്ള ചാർജ് ആവാൻ വേണ്ടി 3 മണിക്കൂർ 25 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതും ഓൺ ബോർഡ് ചാർജർ ഇതിന് നമുക്ക് അവൈലബിൾ ആണ് 3.3 കിലോവാട്ടിൻ്റെ. അപ്പോൾ ഇതാ ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ, ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ. ഇനിയിപ്പോൾ എടുത്തു പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കപ്പാസിറ്റി ആണ് കേട്ടോ. 900
കിലോ ആണ് GVW വരുന്നത്. അതേപോലെ തന്നെ സാധാരണ ഇലക്ട്രിക് ഓട്ടോസിലൊക്കെ റിയർ സൈഡിൽ സ്പേസ് കുറവല്ല. ഈ ഒരു ഓട്ടോയിൽ റിയർ സൈഡിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റിയർ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും അറിയാം ഭയങ്കര രസമായിട്ടുള്ള ഭയങ്കര ഒരു നീറ്റായിട്ടുള്ള ലുക്കിലാണ് വരുന്നത്. കുറച്ചുകൂടെ പ്രൊജക്റ്റഡ് ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ റിയർ സൈഡ് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാവും, എന്താണ് ഇതിൻ്റെ ഒരു വാറണ്ടി പാക്ക്? എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ്. ശരിക്കും ബാറ്ററിയുടെ വാറണ്ടി വരുന്നത് 6 വർഷമോ അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്ററോ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നത്. ഇതുകൂടാതെ എക്സ്റ്റെൻഡ് ചെയ്ത് 1 വർഷമോ അല്ലെങ്കിൽ 25,000 കിലോമീറ്ററോടെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനും ഓയിൽ മോട്ടോഴ്സ് ഈ ഒരു വെഹിക്കിളിന് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ഗുഡ് വാറണ്ടി പാക്കേജിലാണ് ഇവർ ഈ ഒരു വെഹിക്കിളിലെ വാറണ്ടി തരുന്നത്. പിന്നെ നമുക്ക് ചാർജറിന് ഈ പറഞ്ഞ പോലെ 3 വർഷത്തെ വാറണ്ടി ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു ഗുഡ് പാക്കേജാണ്. ഇനി പ്രൈസിങ്, സ്റ്റാർട്ടിംഗ് പ്രൈസ് ബേസ് വേരിയന്റ് ഈ ഒരു മോഡലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3,09,000 രൂപ എക്സ് ഷോറൂം പ്രൈസിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓയിലറിൻ്റെ നിയോ ഹൈ റേഞ്ചിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഓവറോൾ വരുവാണെങ്കിൽ ഭയങ്കര ലുക്കുള്ളൊരു ഇലക്ട്രിക് ഓട്ടോയാണ്. ഇപ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി രസമുണ്ട്. സൈഡ് ഈ ഒരു സൈഡ് ഫുഡ് റെസ്റ്റ് ഒക്കെ ആഡ് ഓൺ ആയിട്ട് കൊടുത്തിട്ട് നല്ല രസമുള്ള രീതിയിലുള്ളൊരു ഡിസൈനാണ്. അതേപോലെ തന്നെ ലോങ് റേഞ്ച്, ധാരാളമായിട്ടുള്ള സ്പേസ് എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയിട്ടുള്ളൊരു വാഹനമാണ്. അപ്പം ഓയിലറിന് എല്ലാവിധ ആശംസകളും നേരുവാണ്. കാരണം കേരളത്തിൽ ഇത്രയും 2-3 സ്ഥലങ്ങളിലേക്ക് ഇപ്പം വ്യാപിച്ച് സെയിൽസ് സർവീസും ആയി കഴിഞ്ഞു. അപ്പം ഈ ഒരു ഓട്ടോ എടുക്കുന്നവർക്ക് ഒറ്റൊരു അടിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ ചാർജിൽ ഒരുപാട് ട്രിപ്പ് ഓടാൻ വേണ്ടിയുള്ള ചാർജ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഇലക്ട്രിക് ഓട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ലെവൽ എല്ലാവർക്കും കമ്പയർ ടു ഇപ്പം CNG അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലാഭകരമാണല്ലോ. അപ്പം അങ്ങനെ ഡെയിലി നല്ല ഓട്ടോ ഉള്ളവർക്ക് എന്തായാലും ഓവറോൾ ലാഭകരമായിട്ടുള്ളൊരു ഓട്ടോയാണ് നമ്മുടെ ഓയിലറിൻ്റെ നിയോ ഹൈ റേഞ്ച് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വെഹിക്കിളുമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.